പ്രിയപ്പെട്ടവരെ നമസ്കാരം. തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തുള്ള കരുവേലപ്പുര മാളികയിൽ സ്ഥാപിച്ചിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായ ഒരു നാഴികമണിയാണ് മേത്തൻമണി. പത്മതീർത്ഥക്കുളത്തിൻ്റെ എതിർവശത്തായിട്ടാണ് ഇതിൻ്റെ സ്ഥാനം. ആകർഷകമായ ഒരു കലാരൂപം കൂടിയാണ് ഈ മണി. മുകളിലായി ഒരു താടിക്കാരൻ്റെയും ഇരുവശങ്ങളിലുമായി 2 ആടുകളുടെയും രൂപങ്ങൾ ഈ നാഴികമണിയിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ഓരോ മണിക്കൂർ കൂടുന്തോറും ആടുകൾ രണ്ടും താടിക്കാരനെ ചാടി ഇടിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ഘടന. ആയിരത്തി 840 അന്നത്തെ രാജാവായിരുന്ന ശ്രീ സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്ത് തിരുവനന്തപുരം വാനനിരീക്ഷണ കേന്ദ്രത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായിരുന്ന ജോൺ കാൽഡിൻ കോട്ട് മദ്രാശിയിലെ ചിന്നപ്പട്ടണത്തു നിന്നും 2 വലിയ നാഴികമണികൾ വാങ്ങിയെന്നും അതിലൊന്ന് അന്നത്തെ തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനമായിരുന്ന പത്മനാഭപുരം കൊട്ടാരത്തിലും മറ്റൊന്ന് തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിനു സമീപമുള്ള പത്മതീർത്ഥക്കുളത്തിൻ്റെ തെക്കുഭാഗത്തുള്ള നെടുനീളത്തിലുള്ള ഇരുനില മാളികയായ കരുവേലപ്പുര മാളികയിൽ സ്ഥാപിച്ചു. പ്രത്യേകതരം ചെമ്പുതകടിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ മേത്തൻമണിയിൽ ഡയലിൻ്റെ തൊട്ടുമുകളിലായി മഹാഗണിത്തടിയിൽ പണികഴിപ്പിച്ച ഓരോ മണിക്കൂറിലും വായി തുറക്കുന്ന താടിക്കാരൻ്റെ രൂപവും അയാളുടെ മുഖത്തേക്ക് ഇരുവശത്തു നിന്നും ആഞ്ഞടിക്കുന്ന 2 മുട്ടനാടുകളുമായാണ് ഈ മണിയെ കൗതുകപൂർണ്ണമാക്കുന്നത്. ഇത് വഞ്ചിയൂരിൽ നിന്ന് വന്ന കുളത്തൂക്കാരൻ എന്നു പേരുള്ള ആശാരി പിന്നീട് പണിത് ചേർത്തതാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഈ നിർമ്മിതിയുടെ പേരിൽ ആദര സൂചകമായി സൂത്രം ആശാരി എന്ന് വിളിച്ചിരുന്നതായും തദ്ദേശവാസികൾ പറയുന്നു. ടിപ്പു സുൽത്താൻ്റെ മേൽ തിരുവിതാംകൂർ നേടിയ വിജയത്തിൻ്റെ സ്മാരകമായാണ് ഈ മണി നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു. ഈ മണി നിർമ്മിച്ചത് ശ്രീ സ്വാതി തിരുനാളിൻ്റെ കാലത്താണെന്നും അല്ല ശ്രീ കാർത്തിക തിരുനാളിൻ്റെ കാലത്താണെന്നും വിവിധ അഭിപ്രായങ്ങളുണ്ട്. ചരിത്രപ്രസിദ്ധമായ പ്രാധാന്യവും മെക്കാനിക്കൽ കലാവൈഭവവും ഇടകലർത്തി നിർമ്മിച്ചിരിക്കുന്ന മേത്തൻമണി എന്നും ഒരു അത്ഭുതം തന്നെയാണ്. ഔദ്യോഗിക രേഖകളിലൊക്കെ കൗതുകമണി എന്നാണ് ഈ മണിയുടെ പേര്. കൂടാതെ മണിസൂത്രം എന്നൊരു പേരും കൂടിയുണ്ട്. നാട്ടുകാരാണ് ഈ മണിയെ മേത്തൻമണി എന്ന് പേരിട്ട് വിളിച്ചത്. പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.